നിങ്ങളെ മാറാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അവരെ മാറ്റാൻ പറ്റില്ല. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം, അതിന് സാറ് നിർവചിക്കുന്നത് എങ്ങനെയാണ്? അല്ല, മനുഷ്യൻ എന്ന് വെച്ചാല് ദൈവമാണ് വലുത്, ദൈവം തീരുമാനിക്കുന്നതേ നടക്കുള്ളൂ. മനസ്സിലല്ലേ? നീ അഹങ്കരിച്ചത് കൊണ്ടൊന്നും ഇവിടെ കാര്യങ്ങളില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, ലൈഫിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ സിമ്പിളായിട്ട് ജീവിക്കുക. മനസ്സിലല്ലേ? ഓരോ നിമിഷം എൻജോയ് ചെയ്യുക. നിങ്ങളൊരു തട്ടുപീടിയാണ് പോകുന്നുണ്ടെങ്കിൽ അത് ആ ഭക്ഷണം, ആ പ്ലേറ്റ് അത് എൻജോയ് ചെയ്യുക. ഒരു ഹെയർ കട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് അത് എൻജോയ് ചെയ്യുക. മനസ്സിലല്ലേ? സിനിമ കാണുന്ന അത് അങ്ങനെ ഓരോ നിമിഷങ്ങളും ദൈവ അനുഗ്രഹമാണ്. ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ് ചെയ്യുന്നത്. പലർക്കും ഇല്ലാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റിയത്, ഈ ഡ്രസ്സ് ഇടാൻ പറ്റിയത്, ഈ സ്ഥലത്ത് പോകാൻ പറ്റിയത്, ഈ യാത്ര ചെയ്യാൻ പറ്റിയത്, ഈ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത്. മനസ്സിലായി? ഇത് ദൈവ അനുഗ്രഹമാണ്. എന്തൊരു സന്തോഷമല്ലേ? നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നു, ഇത് ആരൊക്കെ കേൾക്കുന്നു, ഇത് കേട്ടുകൊണ്ട് നമ്മളടുത്ത് ചോദിക്കും, എന്തൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്താണ്. ഇങ്ങനെ ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ലൈഫിനെ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. നാളെ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഡേ ബൈ ആയിട്ട് സമാധാനത്തിൽ കൂളായി നിന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചു നോക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ രീതിയിൽ ജീവിക്കുക. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും, സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. ആരും തോൽപ്പിക്കാനോ പകപോക്കാനോ ശത്രുക്കൾ ഉണ്ടാക്കാനോ ഇതൊന്നും ആവശ്യമില്ല. മനസ്സിലായി? എല്ലാവരും നിങ്ങളെപ്പോലെ ആവില്ലല്ലോ. അത് കോംപ്രമൈസ് ചെയ്തേക്ക്. എല്ലാവരും നിങ്ങളെപ്പോലെ ആവില്ല, എല്ലാവരും നിങ്ങൾ വിചാരിച്ച പോലെ ആവില്ല. മനസ്സിലായി? നിങ്ങളെ മാറാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അവരെ മാറ്റാൻ പറ്റുള്ളൂ.